ഇപ്പം ലാസ്റ്റത്തെ ഒരു ബ്രൂട്ടൽ സെഷൻ ഉണ്ടല്ലോ, ലാസ്റ്റത്തെ ഫൈറ്റ്, അതില് രണ്ട് ഇത്, അതായത് ഒന്നാ പ്രഗ്നന്റ് ലേഡിയുടെ വായില് കത്തി കുത്തുമ്പോ ഉള്ള സൈഡിലുള്ള ഒരു കാര്യങ്ങള്, പിന്നെ അതല്ലാതെ സിദ്ദിഖിന്റെ വൈഫിന്റെ ഒക്കെ വലിച്ചു കീറുന്ന ഒരു പോർഷനൊക്കെ വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഈ സംഭവം ചെയ്തെടുക്കാനൊക്കെ എത്ര നേരം എടുക്കും മേക്കപ്പ്? അതാണ് മാജിക് എന്ന് തന്നെ പറയാം. അതൊക്കെ നിമിഷ നേരം കൊണ്ട് ചെയ്തതാണ് ശരിക്കും. നമ്മുടെ കലൈ മാസ്റ്റർ വന്ന് പറയും, പെട്ടെന്ന് കമ്പോസ് ചെയ്യുന്ന സമയത്താണ് പറയുന്നത്, സുധി അത് നമുക്ക് വലിച്ചു കീറിയാലോ. അങ്ങനെ പ്ലാനിങ് ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതൊന്നും. നമ്മളെ സബ്ജക്റ്റില് പറഞ്ഞ കാര്യങ്ങളല്ല, ഇത് പെട്ടെന്നുള്ള പ്ലാനിങ്ങിൽ പറയുന്ന കാര്യങ്ങളാണ്. ബാക്കി നമ്മൾ ഓൾറെഡി പീസ് വർക്ക് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞ കലൈ മാസ്റ്റർ നമുക്ക് വന്നിട്ട് അവരെ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളത് പെട്ടെന്ന് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് ഷൂട്ടിങ് തീർക്കുക അങ്ങനെയുള്ള ഇതാണ്. പിന്നെ ഈ പറഞ്ഞ അത് ആ സീനിൽ തന്നെ ഒരുപാട് സീന് കട്ടായിട്ടുണ്ട്. അത് ഇനിയും കുറച്ചും കൂടി കൊച്ചിനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന സീനുണ്ട്, അതൊക്കെ സെൻസറിങ്ങിന് കട്ടായതാണ്. കൊച്ചിനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന ഡീറ്റെയിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് ആ സീനിൽ തന്നെ കുറച്ച് വയലൻസ് അധികം ഉണ്ട്, അതെല്ലാം സെൻസറിങ്ങിൽ കട്ടായിട്ടുണ്ട്. കട്ടായി പോയതാണ്. ഈ പറഞ്ഞ സെയിം സീൻ പോലെ തന്നെയാണ് ലാസ്റ്റ് നമ്മള് കുളിച്ചൊരുങ്ങി നമ്മുടെ മാർക്കോ പ്രതികാരത്തിന് പുറപ്പെടുന്ന ഒരു സീൻ ഉണ്ടല്ലോ. അപ്പൊ ഈ പ്രതികാരത്തിന് പുറപ്പെടുമ്പോൾ കുളിക്കുന്നതിന് മുന്നേ നമ്മള് സ്റ്റിച്ച് ചെയ്ത് മുറിവൊക്കെ സ്റ്റിച്ച് ചെയ്ത് കെട്ടുന്ന ഒരു സീനുണ്ട്. നമുക്ക് കാണുമ്പോൾ ഒരു പൊളയ്ക്കുന്ന ഒരു ഫീലാണ്. ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും എങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ള. അതിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മോളിൽ ഞാൻ ഒരു സാധനം ഉണ്ടാക്കി, അതൊക്കെ അപ്പൊ ചെയ്തതാണ്. അപ്പൊ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സാധനമൊക്കെ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തതാണ്. അതൊക്കെ നമ്മളൊരു പെട്ടെന്ന് കിട്ടുന്ന ഒരു പരിപാടി ചെയ്തതാണ്. അത് അന്ന് തന്നെ പിന്നെ ഒന്നിച്ചുകൊണ്ട് മുടി കട്ട് ചെയ്യണമായിരുന്നു. മുടി അപ്പോൾ 2 ഗെറ്റപ്പ് അന്നാണ് പ്ലാൻ ചെയ്യണം നമ്മൾ തന്നെ. അന്നൊന്നും നമ്മൾ നേരത്തെ പ്ലാനിങ് ഇല്ലാത്ത കാര്യങ്ങളാണ്. പെട്ടെന്ന് തന്നെ ഒന്ന് ഗെറ്റപ്പ് ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷനൊക്കെ വന്നു. പുള്ളി അതിന് റെഡിയായിരുന്നു, എന്തിനും മുടിയൊക്കെ കട്ട് ചെയ്യാനൊക്കെ പുള്ളി റെഡിയായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു അത്. കുറെ പേർക്ക് തിയേറ്ററിൽ കണ്ടോണ്ടിരിക്കുമ്പോ എന്താ അങ്ങനെ ഒരു ഫീല് കൊടുത്തൊരു സാധനമാണ് നമ്മള് ഹൃദയം വലിച്ചൂരുന്നത്. അതേപോലെ തന്നെ മറ്റേ സൈറസിന്റെ തല വെട്ടിയിട്ട് തലച്ചോറ് കാണുന്നത്, ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ പുറകിൽ ഇനിയും സീൻസ് ഉണ്ടായിരുന്നു, ഒക്കെ സെൻസറിങ്ങിൽ പോയതാണ് എന്നൊരു കേട്ടിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ശരിക്കും അത് ഉള്ളതാണ്. കാരണം ഇപ്പൊ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് തന്നെ മെസ്സേജ് പറയാറുണ്ട്, ഈ ഭീകരനെ ഇങ്ങനെ കൊന്നാൽ പോരല്ലോ, ഇനിയും ഭയങ്കരമായിട്ട് അത് ശരിക്കും പുള്ളിയുടെ തല കട്ട് ചെയ്ത് മാറ്റുന്നത് മാത്രമല്ല, അതിന്റെ ശേഷം ഉണ്ണി നടന്നുകൊണ്ട് പ്രതികാരം തീരാതെ ഈ തലച്ചോറിനെ അടിച്ച് പൊട്ടിച്ച് അതിന്റെ തലച്ചോറും കംപ്ലീറ്റ് പുറത്ത് വരുന്നുണ്ട്. അതൊക്കെ അത് കാണാൻ പറ്റൂല. അത് കാരണം സെൻസർ മൈനായിട്ടൊക്കെ മാറ്റി. കാരണം അത്രയും ഭീകരാവസ്ഥയല്ലേ പുള്ളി ചെയ്തത്. ചെറിയ കുട്ടികളെ വരെ പുള്ളി അത്രയും ചെയ്ത്. അപ്പൊ അത്രയ്ക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സിനിമ കാണുമ്പോൾ അയ്യോ അവൻ അത്രയല്ലേ ചെയ്തോളൂ എന്നൊരു ഫീൽ വരുന്നുണ്ട്. ശരിക്കും ഇനി ഉണ്ട്. അത് OTT വരുമ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.